തിരുവനന്തപുരത്ത് തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. ഹോട്ടൽ ഹൈലാൻഡിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. 6ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ താമസക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുകയാണ്. ഹോട്ടലിന്റെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. TS ഹരികൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. ഹരി, ഇപ്പോൾ ആളുകളെല്ലാം അതിൽ നിന്ന് ഒഴിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചത് അവിടെ? തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമല്ല അക്ഷയ. ഇത് നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഹൈലാൻഡ് ഹോട്ടലാണ്. ഇവിടെ താമസക്കാരുണ്ടായിരുന്നു. അപ്പോൾ തീപിടുത്തം ഈ പുക ശ്രദ്ധയിൽപ്പെട്ട് ഇവിടെ നിന്ന് ഫയർഫോഴ്സിൻ്റെ ഒരു 3 യൂണിറ്റ് ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. ആ യൂണിറ്റ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അതായത് ഈ തീപിടുത്തം ഉണ്ടായതിനു ശേഷം ഇവിടെ നിൽക്കുന്നവർ തന്നെയാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചതും ഈ അടുക്കള ഭാഗത്തു നിന്നാണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള വിവരം പ്രാഥമികമായി അറിയാൻ കഴിയുന്നുണ്ട്. അതിനുശേഷമാണ് ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കുന്ന നടപടികളിലേക്ക് കടന്നത്. ഇപ്പോഴും തീ പൂർണ്ണമായും അടയ്ക്കാൻ സാധിച്ചിട്ടില്ല. ഇവിടെ നമുക്ക് നിൽക്കുമ്പോൾ അറിയാം പുകപടലങ്ങളാണ് ഇവിടെ മൊത്തത്തിൽ കാണാൻ കഴിയുന്നത്. ചേട്ടാ, നിങ്ങളിത് എപ്പോഴായിരുന്നു ഈ സംഭവം എന്ന് ചേട്ടാ ഇവിടെ എന്തായിരുന്നു നിങ്ങളിവിടെ താമസിക്കുന്ന? ഇന്ന് ഇവിടെ താമസിക്കാൻ വന്നവരാ. ഒരു ദിവസമൊക്കെ റൂം എടുത്തതാ. 316 റൂമിൽ അരമണിക്കൂർ മുമ്പ് ഫയർഫോഴ്സും പോലീസും വന്നിട്ട് റൂം മുട്ടിയിട്ട് നമ്മളോട് പറഞ്ഞ് പുറത്തിറങ്ങണം, പുക ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പുക കണ്ട്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ റൂം ഇറങ്ങി നമ്മൾ പുറത്തു കൂടി എന്ത് ചെയ്യുന്ന തന്നെ പുറത്തിറക്കി. പുക എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്തായിരുന്നു? അങ്ങനെ എന്തെങ്കിലും മുകളിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ മുകളിൽ നിന്നാണ് പുക കാണുന്നത്. മുകളിലാണ് തീപിടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. ശരി, ഹോട്ടലിന്റെ ആളുകളുടെ അടുത്ത് സംസാരിച്ചായിരുന്നോ നിങ്ങൾ? നമ്മളൊന്നും സംസാരിച്ചില്ല. നമ്മൾ ഫയർഫോഴ്സിന്റെ കൂടെയും പോലീസിന്റെ കൂടെയും പുറത്തിറങ്ങി. ഇത്രയേ ഉള്ളൂ. അല്ല, ആർക്കും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? അങ്ങനെയൊന്നും കേട്ടില്ല. ഈ തക്ക സമയത്ത് ഫയർഫോഴ്സും പോലീസും ഇടപെട്ട പോലെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇതിലും വലിയ അത്യാഹിതം എന്തായാലും ഉണ്ടാകും. അലാറം അടിഞ്ഞില്ല ഇവിടെ ഇവരെ ഭാഗത്ത് നിന്ന്. പിന്നെ നമ്മൾ ഒരു അലാറും കേട്ടില്ല. അതായത് ഈ തീയൊക്കെ പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹോട്ടലിൽ നിന്ന് അങ്ങനെ ഉണ്ടാകാറുണ്ടല്ലോ, അതുണ്ടായില്ല അല്ലേ? ജസ്റ്റ് നമ്മൾ ഒരു അലാറം കേൾക്കണ്ടേ? സീരിയസ് ആയിട്ടല്ലേ? ഈ ഫയർഫോഴ്സ് അതിൻ്റെ ഉള്ളിലെത്തിയിട്ടാണല്ലോ നമ്മൾ അറിയിക്കുന്നത്. അതിൽ മുമ്പുള്ള ഒരു മുന്നറിയിപ്പും എന്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അലാറായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു അറിയിപ്പായിട്ടോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് പറയുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് മുഹമ്മദ് അലി. അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഫയർഫോഴ്സാണ് ഇവിടെ എത്തി മുറിയിൽ വന്ന് മുട്ടിയതിന് ശേഷം അവരോടൊക്കെ പുറത്തിറങ്ങണമെന്ന് പറഞ്ഞത്. അത് മുഹമ്മദ് അലിയോട് മാത്രമായിരിക്കില്ല, മറ്റുള്ള താമസക്കാരോടും അങ്ങനെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയായിരിക്കും ഓരോരുത്തരായി ഇവിടെ നിന്ന് മാറ്റിയത്. ഫയർഫോഴ്സ് എത്തി അവരുടെ ആളുകളകത്ത് ഇപ്പോൾ തന്നെ ഇത് ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. പക്ഷേ ഈ ഒരു പുക ഇപ്പോഴും ഈ പരിസരത്തുണ്ട്. കാരണം ഈ പുകയുടെ ഒരു സ്മെല്ലും ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും അണച്ച് എല്ലാവരെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. അകത്തിപ്പോൾ ആളുകളില്ലാന്ന് തോന്നുന്നു. അവരെല്ലാം പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതെ അക്ഷയ, അതായത് കൃത്യമായി ഫയർഫോഴ്സ് എത്തി എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ച മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി, പോലീസിൻ്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്രശ്നത്തിലേക്ക് കടക്കാതെ കാര്യങ്ങളെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. മാത്രമല്ല ആർക്കും വേറെ അത്യാഹിതമൊന്നും സംഭവിക്കാതെ അവരെയൊക്കെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ആശ്വാസകരമായ കാര്യം തന്നെയാണ്. ഇപ്പോൾ ഹോട്ടൽ ജീവനക്കാരൊന്നും ഇപ്പോൾ അകത്തില്ല, അവരെയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ താമസിക്കാൻ വന്നവരെയും മാറ്റിയിട്ടുണ്ട്. കൃത്യസമയത്ത് ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഇടപെടലുണ്ടായി. മാത്രമല്ല മറ്റൊരു കാര്യം, ഈ സാധാരണ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഈ അലാറം അടിക്കാറുണ്ട് ഹോട്ടലുകളിൽ. അപ്പോൾ ഈ ഫയർ എക്സിറ്റൊക്കെ വെച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായി പുകയൊക്കെ ഉയരുന്ന സമയത്തും മിക്ക വലിയ സ്ഥാപനങ്ങളിലൊക്കെ അതിൻ്റെ ഒരു വാണിംഗ് ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അതുണ്ടായില്ല. ഈ അലാറൊന്നും അടിച്ചില്ല എന്ന് മുഹമ്മദ് അലി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സുരക്ഷാ വീഴ്ചയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനി അന്വേഷിച്ചാലേ അറിയാവൂ. എന്താണ് തീപിടുത്തത്തിനുള്ള കാരണമെന്നും ഇനി അറിയേണ്ടതുണ്ട്.